മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും അവകാശവാദങ്ങളുടെ മുനയൊടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരുമാണ്. കേരളത്തിൽ സ്റ്റാർട്ടപ്പിലും ഈസ് ഓഫ് ഡൂയിങ്ങിലും പുറകിലാണെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആദ്യം ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് പകരം സ്വന്തം ചീഫ് സെക്രട്ടറിയോട് ആദ്യം മുഖ്യമന്ത്രി ചോദിക്കുക ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കൊട്ട കണക്കുകളുണ്ടാക്കി PR വർക്കിൻ്റെ ഭാഗമായി ഊതി ഉറപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പൊള്ളയാണ് എന്ന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നൽകുന്ന സൂചന കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം എഴുതിയ ലേഖനം, അദ്ദേഹം ഇവിടെ 4 തവണ വിജയിച്ചപ്പോഴും അദ്ദേഹത്തിനു വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൗൺസിലറോ ആവാനുള്ള അവസരം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശ്രീ ശശി തരൂരിനെ പോലുള്ളൊരു സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാം. അങ്ങനെ ഇരിക്കും. ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതൊക്കെ പ്രവർത്തക സമിതിയിൽ ആരെ വെക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനും ശ്രീ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമായി. ഇപ്പോൾ 2 ദിവസമായിട്ട് LDFനൊരു സന്തോഷം. ഇത്രയും നാൾ അവർ വളരെയധികം പ്രതിരോധത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ലേഖനം അവർക്കൊരു എന്താ പറയുക, കൂരിരുട്ടിൽ ഒരു ചെറിയ ടോർച്ച് ലൈറ്റിൻ്റെ ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഇതുകൊണ്ടൊന്നും അവരുടെ മനസ്സ് മാറ്റില്ല. ഭാവി ചില 2 തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിനെയും ഈ ലേഖനം ബാധിക്കില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ ലേഖനം പ്രതിരോധത്തിലാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. അതിനെന്തിനാ മൂടി വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വികസനം എന്നിങ്ങനെ പറയുന്നതല്ലാതെ അതിനൊരു തെളിവും അവർക്ക് ഹാജരാക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ തരൂരിൻ്റെ ലേഖനം എന്ന് പറയാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വികാരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ലേഖനം പ്രസിദ്ധീകരിക്കില്ലായിരുന്നു. കാരണം സാധാരണ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ, അവരാണ് സ്ഥാനാർത്ഥികൾ, നേതാക്കന്മാരല്ല. ഞാനുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന പ്രവർത്തകർ, അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അത് തല്ലിക്കെടുത്താൻ പാടില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ നിയമം ബാധക.
ഇന്ന് ഇതൊക്കെ കണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് അവരുടെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കണം. അതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റുമ്പോൾ പാർട്ടി നേതൃത്വം ഞങ്ങളെ തിരുത്തും. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. ഏതായാലും അദ്ദേഹം നിലപാട് തിരുത്തി പാർട്ടി ലൈനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.